ലോകം ഏറെ ഭീതിയോടെ ഉറ്റുനോക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പേർഷ്യൻ ഗൾഫിന്റെ പ്രവേശന കവാടത്തിൽ വെച്ച് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ USS ഫ്രാങ്ക് ഇ പീറ്റേഴ്സൺ ജൂനിയറിനെ ഇറാൻ നാവികസേന തടയാൻ ശ്രമിച്ചതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് TV പുറത്തുവിട്ട ഈ വീഡിയോ ആഗോളതലത്തിൽ വൻ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. കടലിൽ മുഖാമുഖം വന്ന രണ്ട് വൻ ശക്തികളുടെ ഈ ഏറ്റുമുട്ടൽ കേവലം ഒരു തർക്കത്തിനപ്പുറം മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്ന ഭയമാണ് സൃഷ്ടിക്കുന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഇറാൻ നാവികസേനയുടെ ബോട്ടുകൾ അമേരിക്കൻ പടക്കപ്പലിന് തൊട്ടടുത്തെത്തുന്നത് വ്യക്തമായി കാണാം. വീഡിയോയിൽ കേൾക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലിനോട് 10 മൈൽ ദൂരം പാലിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇറാൻ കമാൻഡർ റേഡിയോയിലൂടെ നൽകിയ മുന്നറിയിപ്പ് വ്യക്തമാണ്. ഇവിടെ നിന്ന് പോകുക, ഇല്ലെങ്കിൽ ഞങ്ങൾ വെടിവെക്കും എന്ന അതിശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ സൈന്യം നൽകിയത്. ഒരു വൻ ശക്തിയായ അമേരിക്കയുടെ സൈനിക കപ്പലിന് നേരെ ഇത്രയും വലിയൊരു ഭീഷണി ഉയർത്താൻ ഇറാൻ കാണിച്ച ധൈര്യം രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കടുത്ത മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പൽ തങ്ങളുടെ യാത്ര തുടരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. രാജ്യാന്തര സമുദ്രാതിർത്തിയിലൂടെയുള്ള സ്വതന്ത്രമായ യാത്ര തങ്ങളുടെ അവകാശമാണെന്ന നിലപാടിലാണ് US നേവി. ഇറാന്റെ ബോട്ടുകൾ തങ്ങളുടെ കപ്പലിന് വളരെ അപകടകരമായ രീതിയിൽ അടുത്തുകൂടി സഞ്ചരിച്ചതായും ഇത് രാജ്യാന്തര കപ്പൽ യാത്രാചട്ടങ്ങളുടെ ലംഘനമാണെന്നും അമേരിക്ക ആരോപിക്കുന്നു. ഈ സംഭവത്തിന്റെ കൃത്യമായ സമയമോ വീഡിയോയുടെ ആധികാരികതയോ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ നിലവിലെ സംഘർഷാവസ്ഥയുമായി ഇതിന് ബന്ധമുണ്ടെന്ന് ഉറപ്പാണ്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്തുപാതയിൽ ഇത്തരമൊരു ഏറ്റുമുട്ടൽ നടക്കുന്നത് ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും ഒരുപോലെ തളർത്താൻ പ്രാപ്തമാണ്. എണ്ണക്കപ്പലുകളുടെ സുരക്ഷ ഈ സംഭവത്തോടെ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇറാന്റെ ഈ നീക്കം അമേരിക്കയെ നേരിട്ട് പ്രകോപിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാനും അമേരിക്കയുടെ സാന്നിധ്യത്തെ വെല്ലുവിളിക്കാനും ഇറാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. തങ്ങളുടെ സമുദ്രപരിധിയിൽ ഒരു വിദേശ ശക്തിയുടെയും സാന്നിധ്യം അനുവദിക്കില്ലെന്ന് ഇതിലൂടെ ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നു. വാഷിംഗ്ടണിലെ പ്രതിരോധ കേന്ദ്രങ്ങളിൽ ഈ സംഭവം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത് ഗൗരവത്തോടെയാണ് പെന്റഗൺ കാണുന്നത്. നാവികരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിലുള്ള ഏത് നീക്കത്തിനും ഉചിതമായ മറുപടി നൽകുമെന്ന് അമേരിക്കൻ സൈനിക വക്താക്കൾ മുൻപും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം ചെറിയ ഉരസലുകൾ ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതിനാൽ അമേരിക്കൻ സൈന്യം ജാഗ്രതയിലാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഈ പുതിയ സാഹചര്യം ഷിപ്പിംഗ് കമ്പനികൾക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് നിരക്കുകൾ കുതിച്ചുയരുകയും കപ്പലുകൾ മറ്റു പാതകൾ തേടുകയും ചെയ്യുന്നത് ലോക വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കും. വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും പല രാജ്യങ്ങളിലും വിലക്കയറ്റത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ സമാധാനപരമായ ഒരു പരിഹാരത്തിനാണ് ലോകരാജ്യങ്ങൾ മുൻഗണന നൽകുന്നത്. ഈ സംഭവവികാസം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയ അധികാര സമവാക്യങ്ങളെയാണ് കാണിക്കുന്നത്. ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അമേരിക്കയെ വെല്ലുവിളിക്കാനുള്ള നയതന്ത്ര ധൈര്യവും ആർജിച്ചിരിക്കുന്നു. മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഇറാന്റെ ഈ നീക്കം എത്തരത്തിലാണ് സ്വീകരിക്കപ്പെടുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. മിസൈലുകളും ആധുനിക റഡാർ സംവിധാനങ്ങളുമുള്ള USS ഫ്രാങ്ക് ഇ പീറ്റേഴ്സൺ ജൂനിയറിന് മുന്നിൽ ഇറാന്റെ ചെറിയ സ്പീഡ് ബോട്ടുകൾ നടത്തിയ ഈ കളി ഡേവിഡ് ഗോലിയാത്ത് പോരാട്ടമായാണ് പലരും വിശേഷിപ്പിക്കുന്നത്. സൈനികമായ വലുപ്പത്തേക്കാൾ ഉപരിയായി തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇത് അമേരിക്കൻ സൈന്യത്തിന് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. വീഡിയോ പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ള രാജ്യങ്ങൾ ഇറാന്റെ ഈ നീക്കത്തെ പുകഴ്ത്തുമ്പോൾ സമാധാനകാംക്ഷികൾ യുദ്ധഭീതിയിലാണ്. യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ലെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നുമുള്ള ആവശ്യം ശക്തമാവുകയാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം ഉടൻ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കർശനമായ നിയമങ്ങൾ വേണമെന്ന ആവശ്യം ഉയർന്നേക്കാം.
എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത നിലനിൽക്കുന്നിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാനാണ് സാധ്യത. ഇറാന്റെ നാവികസേന വികസിപ്പിച്ചെടുത്ത ഗറില്ല പോരാട്ട മുറകൾ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ പ്രാപ്തമാണ്. ഒരേ സമയം നിരവധി ചെറിയ ബോട്ടുകൾ ഒരു വലിയ കപ്പലിനെ വളയുന്നത് പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ തന്ത്രമാണ് ഹോർമൂസിൽ ഇറാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നേരിടാൻ അമേരിക്ക പുതിയ പ്രതിരോധ മാർഗങ്ങൾ തേടേണ്ടി വരും. ഈ സംഭവത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ആക്രമണത്തെയും നേരിടാൻ തയ്യാറായിരിക്കാൻ സൈനികർക്ക് നിർദ്ദേശം നൽകി. ഇറാന്റെ ഓരോ നീക്കവും കൃത്യമായി നിരീക്ഷിക്കാൻ ഡ്രോണുകളും സാറ്റലൈറ്റുകളും വിന്യസിച്ചിട്ടുണ്ട്. കടലിലെ ഈ പോരാട്ടം വായുവിലേക്കും കരയിലേക്കും പടരാൻ സാധ്യതയുണ്ട്. അറബ് രാജ്യങ്ങൾ ഈ സംഭവത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അവർ വലിയ ആശങ്കയിലാണ്. തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ ഇത്തരമൊരു യുദ്ധം ഉണ്ടാകുന്നത് സാമ്പത്തികമായ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇറാന്റെയും അമേരിക്കയുടെയും ഇടയിൽ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ ചില ഗൾഫ് രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുടെ പങ്കും ഇതിൽ വളരെ വലുതാണ്. കടലിലെ ഇത്തരം കടന്നാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സാധാരണയായി അവരാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം IRGC ഒരു ഭീകര സംഘടനയാണ്. ഈ ശത്രുത കടലിൽ വെടിയുണ്ടകൾ പടരുന്നതിലേക്ക് നയിച്ചേക്കാം. ഈ 36 മണിക്കൂർ നീണ്ട നാടകം എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവവികാസങ്ങൾ ലോകമാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ ഇറാന്റെ പ്രകോപനത്തെ അപലപിക്കുമ്പോൾ ഇറാനിയൻ മാധ്യമങ്ങൾ ഇത് തങ്ങളുടെ സൈനിക വിജയമായി ആഘോഷിക്കുന്നു. ഈ ആശയ പോരാട്ടത്തിനിടയിൽ യഥാർത്ഥ വസ്തുതകൾ പലപ്പോഴും മറഞ്ഞു പോകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്ന തർക്കം പതിറ്റാണ്ടുകളായി ഉള്ളതാണ്. എന്നാൽ സമീപകാലത്ത് ഇത് കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. ട്രംപ് ഭരണകൂടം ഇറാനു മേലെ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങൾ ഇതിന് പ്രധാന കാരണമാണ്. ഇതിനുള്ള മറുപടിയായാണ് കടലിൽ ഇറാൻ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്നത് ലോകം ഭീതിയോടെയാണ് നോക്കുന്നത്. അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? ഇറാൻ കൂടുതൽ ശക്തമായ രീതിയിൽ വെല്ലുവിളി തുടരുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തെയും ബാധിക്കുന്നതാണ്. ഒരു ചെറിയ അബദ്ധം പോലും വലിയൊരു മഹാമാരിയായി പടരാവുന്ന സാഹചര്യമാണിവിടെ. ചുരുക്കത്തിൽ കടലിൽ നടന്ന ഈ മുഖാമുഖം ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ആഗോള ശക്തികൾ തമ്മിലുള്ള ശീതയുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. നയതന്ത്രത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുമ്പോൾ തോക്കുകൾ സംസാരിച്ചു തുടങ്ങും എന്നതിന്റെ സൂചനയാണിത്. സമാധാനത്തിനു വേണ്ടി ലോകം പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഹോർമൂസ് കടലിടുക്ക് ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്.